ഹലോ, രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനു മുന്നേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയുള്ളി 2 ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഇതാ ചോറും തേങ്ങയൊക്കെ നല്ലപോലെ തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഗോതമ്പ് പൊടി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂണ് ഈസ്റ്റ് കൂടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അരച്ചെടുക്കുക. ഇതാ നല്ല തരിയൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാവ് നല്ലപോലെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഇതാ മാവ് നല്ല പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ച് ചുട്ടെടുക്കുക. അങ്ങനെ ഇതാ ഹോൾസോട് കൂടെ നല്ല കണ്ടില്ലേ, നല്ല ഹോൾസൊക്കെ വീണിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ കുത്തു വരുന്ന സമയത്ത് അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അങ്ങനെ ഇതാ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മുട്ടക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഇപ്പം രാവിലെ അരി കുതിർക്കാതെ അത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ട് 30 മിനിറ്റ് ഈസ്റ്റ് ചേർത്തുകൊണ്ടാണ്. സോഡാപ്പൊടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഫുള്ളും അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അടിപൊളി അപ്പം തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.